So good afternoon all. So we are going to start the first module and the first two topic is overview of statistics and classification. The basic definitions are in the first two sections and the first definition is data. Data consists of information coming from observation, counts and measurements or responses. അപ്പോൾ നമ്മൾ കാണുന്നത്, നമ്മൾ എണ്ണുന്നത്, അളവെടുക്കുന്നത്, അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള എല്ലാമാണ് ഡേറ്റ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരാളുടെ ഹൈറ്റ് എടുക്കണു, അല്ലെങ്കിൽ ഒരു എത്ര സ്റ്റുഡൻസ് ഉണ്ടെന്ന് നോക്കണു, അങ്ങനെ വരുന്ന മെഷർമെൻറ്റോ അല്ലെങ്കിൽ നമ്മൾ നോക്കുന്ന ഒബ്സർവേഷൻസ്, കൗണ്ട്സ്, മെഷർമെൻറ്റ്സ് ഓർ റെസ്പോൺസസ്, ഒരാൾ പറയുന്ന റെസ്പോൺസസ്, അതെല്ലാം ഡേറ്റയാണ്. പറയുന്ന ഒരുമാതിരി എല്ലാ സാധനങ്ങളും ഡേറ്റയായിട്ട് വരും. ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ദ സയൻസ് ഓഫ് കളക്ടിങ്, ഓർഗനൈസിങ്, അനലൈസിങ് ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ഡാറ്റ ഇൻ ഓർഡർ ടു മേക്ക് ഡിസിഷൻസ്. നമ്മളിപ്പോൾ ഡെയിലി ലൈഫ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും എല്ലാം നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ എന്തിനേയും മെഷർ ചെയ്യുന്നതും കളക്ട് ചെയ്യുന്നതും ഒക്കെ വെച്ചിട്ട് ഓരോ കമ്പാരിസണൊക്കെ വരുമ്പോൾ അവിടെയൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. നെക്സ്റ്റ് ഡെഫിനേഷൻ ഈസ് പോപ്പുലേഷൻ ആൻഡ് സാമ്പിൾ. ഇതൊരു പ്രോബബ്ലി ഒരു വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പോപ്പുലേഷൻ ആൻഡ് സാമ്പിൾ? എ പോപ്പുലേഷൻ ഈസ് ദ കളക്ഷൻ ഓഫ് ഓൾ ഔട്ട്കംസ്, റെസ്പോൺസസ്, മെഷർമെൻറ്റ്സ് ഓർ കൗണ്ട്സ് that are of interest. And a sample is a subset or part of population. Population എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്ന എല്ലാ കളക്ഷനും, ദാറ്റ്സ് ദ പോപ്പുലേഷൻ. അതിൽ നിന്നുള്ള പാർട്ടായിട്ട് എടുക്കണം. ഇപ്പോൾ ഒരു ഡാറ്റ എടുക്കാൻ വേണ്ടി ഓൾ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ ഓൾ സ്റ്റുഡൻസ് എന്നുള്ളതാണ് പോപ്പുലേഷനായിട്ട് വരുന്നത്. അതിലൊരു പർട്ടിക്കുലർ ഒരു സ്റ്റുഡൻറ്റ് എടുക്കുക, അതാണ് സാമ്പിൾ. സോ ഇറ്റ്സ് എ സബ്സെറ്റ് ഓഫ് or part of a population. Sample is a subset or part of a population. A sample should be representative of a population so that sample data can be used to draw conclusions about that population. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ എന്താണ് പറയുക, എക്സിറ്റ് പോൾ, അതിൽ എല്ലാവരുടെയും ഡേറ്റ എടുക്കണില്ല, മൊത്തം വോട്ട് ചെയ്തവരാണ് ആ പോപ്പുലേഷൻ എന്നുള്ളതിൽ വരിക. അതിൽ നിന്ന് അവർ കുറച്ച് പേര് എടുക്കുന്നു, അതാണ് സാമ്പിൾ. അങ്ങനെ അതായത് അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ മാത്രമാണ് സാമ്പിൾ. അതിൽ നിന്നാണ് അവർ അതിൻ്റെ ഒരു കൺക്ലൂഷൻ പറയുന്നത്. എ സാമ്പിൾ ഷുഡ് ബി റെപ്രസെൻറ്റേറ്റീവ് ഓഫ് പോപ്പുലേഷൻ സോ ദാറ്റ് സാമ്പിൾ ഡാറ്റ ക്യാൻ ബി യൂസ് ടു ഡ്രോ കൺക്ലൂഷൻ അബൌട്ട് ദാറ്റ് പോപ്പുലേഷൻ. നെക്സ്റ്റ് ഈസ് definition is parameter and statistic. A parameter is a numerical description of a population characteristic. ആ പോപ്പുലേഷൻ ക്യാരക്ടറിസ്റ്റിക്കിൻ്റെ ന്യൂമറിക്കലായിട്ട് പറയുന്ന എത്ര പേരുണ്ട് ആ നമ്പറാണ് പാരാമീറ്റർ. ഇതിനെക്കുറിച്ച് ന്യൂമറിക്കൽ നമ്പറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ഈസ് കോൾഡ് പാരാമീറ്റർ. ആൻഡ് എ സ്റ്റാറ്റിസ്റ്റിക് ഈസ് എ ന്യൂമറിക്കൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് എ സാമ്പിൾ ക്യാരക്ടറിസ്റ്റിക് ഈസ് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ പോപ്പുലേഷനുമായിട്ട് റിലേറ്റഡ് ആണ് പാരാമീറ്റർ, സാമ്പിളുമായിട്ട് റിലേറ്റഡ് ആണ് സ്റ്റാറ്റിസ്റ്റിക്സ്. പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഓൾ ഡേറ്റ, സാമ്പിൾ എന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റേഷൻ. അതിൻ്റെ ന്യൂമറിക്കലായിട്ടുള്ള നമ്പറാണ് പോപ്പുലേഷൻ, ന്യൂമറിക്കലായിട്ടുള്ള എന്താണ് ഡിസ്ക്രിപ്ഷനാണ് പാരാമീറ്റർ. സാമ്പിളിൻ്റെ ന്യൂമറിക്കലായിട്ടുള്ള ഡിസ്ക്രിപ്ഷനാണ് സ്റ്റാറ്റിസ്റ്റിക്. Now branches of statistics. There are two main branches of statistics. First one is descriptive statistics and the other is inferential statistics. So descriptive statistics means it's a branch of statistics that involves the organization, summarization and display of data. And inferential statistics is the branch of statistics that involves using a sample to draw conclusion about a population. So we have the main two branches of statistics are there. The first one is descriptive statistics and it involves the organization, summarization and display of data. ഇപ്പോൾ രണ്ട് തരത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ്, അതിൽ എന്താണ് ഓർഗനൈസേഷൻ, സമ്മറൈസേഷൻ ആൻഡ് ഡിസ്പ്ലേ ഓഫ് ഡേറ്റ. അടുത്തതിൽ is a branch of statistics that involves using a sample to draw conclusion about a population. അപ്പോൾ അത് സാമ്പിൾ യൂസ് ചെയ്തിട്ടുള്ളതാണ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്.
Next topic is data classification. There are two types of data. നമ്മളിപ്പോൾ ഡേറ്റ എന്നുള്ളത് കണ്ടു, എല്ലാ കാര്യങ്ങളും ഡേറ്റയാണ്. അതിന് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് ക്വാളിറ്റേറ്റീവ് ഡേറ്റ ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ. ഇൻ ക്വാളിറ്റേറ്റീവ് ഡേറ്റ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ്, ലേബൽസ് ഓർ നോൺ ന്യൂമറിക്കൽ എൻട്രീസ്. നമ്പറുമായിട്ട് ബന്ധപ്പെട്ടതല്ല, അല്ലാണ്ടുള്ളത് ഒരാളുടെ ക്വാളിറ്റീസ് എന്തെങ്കിലും അങ്ങനെയുള്ളതാണ് ക്വാളിറ്റേറ്റീവ് ഡേറ്റ. ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റയിൽ നമ്പേഴ്സ് വരും, കൺസിസ്റ്റ് ഓഫ് ന്യൂമറിക്കൽ മെഷർമെന്റ്സ് ഓർ കൗണ്ട്സ്. സോ ദ നെക്സ്റ്റ് ഈസ്, ഇത് ചോദിക്കാൻ സാധ്യതയുള്ള ഫസ്റ്റ് പാർട്ടിയിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ പോപ്പുലേഷൻ ആൻഡ് സാമ്പിൾ ആണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് പോർഷൻ. ഇവിടെ നിന്നുള്ളത് ലെവൽസ് ഓഫ് മെഷർമെന്റ്. The levels of measurement determines which statistical calculations are meaningful. ഏത് സ്റ്റാറ്റിസ്റ്റിക്കൽ കാൽക്കുലേഷൻ ആണ് മെഷർ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി അതിനാണ് ലെവൽസ് ഓഫ് മെഷർമെന്റ് എന്ന് പറയുന്നത്. അതിൻ്റെ 4 types of levels of measurement are the nominal, ordinal, interval and ratio. അപ്പോൾ അതിൽ first definition is nominal level of measurement, which is data at the nominal level of measurement are qualitative only. അപ്പോൾ അവിടെ നമ്പർ ഇൻവോൾവ്മെന്റ് ഇല്ല. Data of these types are categorized using names, labels or qualities. No mathematical computations can be made at this level. നോമിനൽ ലെവലിൽ മാത്തമാറ്റിക്കൽ കമ്പ്യൂട്ടേഷൻ ഒന്നുമില്ല. നെയിംസ്, ലേബൽസ് അല്ലെങ്കിൽ ക്വാളിറ്റീസ് വെച്ചിട്ട് അതിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നു. ഡേറ്റ അറ്റ് ദ ഓർഡിനൽ ലെവൽ ഓഫ് മെഷർമെന്റ് ആർ ക്വാളിറ്റേറ്റീവ് ഓർ ക്വാണ്ടിറ്റേറ്റീവ്. ഡേറ്റ അറ്റ് ദിസ് ലെവൽ ക്യാൻ ബി അറേഞ്ച്ഡ് in order or ranked, but differences between data entries are not meaningful. Next is interval and ratio level of measurement. Data at the interval level of measurement can be ordered and meaningful differences between data entries can be calculated. At the interval level, a zero entry simply represents a position on a scale. സീറോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പൊസിഷനാണ് ഇന്റർവൽ ലെവലില്. ദ എൻട്രി ഈസ് നോട്ട് ആൻ ഇൻഹറന്റ് സീറോ. റേഷ്യോ ലെവലിൽ വരുമ്പോൾ ഇതൊക്കെ നിങ്ങൾ എടുക്കുമ്പോൾ പിന്നെ എന്താണ് സാമ്പിൾ ചെയ്യുമ്പോൾ നമ്മൾ ഇന്റർവെലും റേഷ്യോ ഒക്കെ ആയിട്ട് എടുക്കുന്നുണ്ട്. ഇവിടെ ഇത് ഡെഫിനേഷനായിട്ട് കറക്റ്റായിട്ട് വേർഡ്സ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഡേറ്റ അറ്റ് ദ റേഷ്യോ ലെവൽ ഓഫ് മെഷർമെന്റ് ആർ സിമിലർ ടു ദ ഡേറ്റ അറ്റ് ദ ഇന്റർവൽ ലെവൽ and with the added property that a zero entry is an inherent zero. മറ്റേടത്ത് is a zero entry is not an inherent zero ആണ്, ഇവിടെ is an inherent zero. A ratio of two data entries can be formed so that one data entry can be meaningfully expressed as a multiple of another.